എന്റെയും അമ്മയുടെയും ഒരുപാട് നാളത്തെ ആഗ്രഹം സാധിച്ച ദിവസമാണ്. എന്താണെന്നല്ലേ പറഞ്ഞു തരാം. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ആറ്റുകാൽ അമ്മയുടെ മുൻപിലാണ്. അതിന് കാരണം എന്റെ അമ്മ തന്നെയാണ്. പൊങ്കാലയ്ക്ക് മുമ്പ് ഏതെങ്കിലും ഒരു ദിവസം അമ്മയെ പോയി കാണണമെന്ന്, അവിടെ തൊഴണമെന്നുള്ള ഒരു ആഗ്രഹം പറഞ്ഞ് അതങ്ങ് സാധിച്ചു കൊടുത്തു. ഒപ്പം സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ലോകപ്രശസ്തമായ ഒരു അമ്പലം കൂടിയാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം. ഇപ്രാവശ്യം ആറ്റുകാൽ പൊങ്കാലയിടാൻ പോകുന്നുണ്ടെങ്കിൽ കമന്റിൽ പറയണേ. അവിടെ നിന്നിറങ്ങി നമ്മൾ അടുത്തത് പോകുന്നത് തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് കിഴക്കേക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രസിദ്ധമായ ക്ഷേത്രമാണ് പഴവങ്ങാടി ശ്രീ മഹാഗണപതി ക്ഷേത്രം. വിഘ്നവിനാശകനായ ഗണപതി ഭഗവാൻ പ്രധാന പ്രതിഷ്ഠയായി വാഴുന്ന ഈ ക്ഷേത്രം സൈനിക ഭരണത്തിന് കീഴിലുള്ള ഒന്നാണ്. വിഘ്നങ്ങൾ മാറ്റാൻ വിനായകന് തേങ്ങയും ഉടച്ച് അവിടെ നിന്നും നേരെ പത്മനാഭന്റെ മണ്ണിലേക്കാണ് പോകുന്നത്. മുൻപ് പത്മനാഭന്റെ മണ്ണിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും തൊഴാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അങ്ങനെ പത്മനാഭനെ കാണാനുള്ള ആ ആഗ്രഹവും സാധിച്ച് കൂടെ നല്ല ഒന്നാന്തരം ആഹാരവും കഴിച്ച് അവിടെ നിന്നിറങ്ങി. അടുത്തത് നമ്മൾ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കടലോരത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു ക്ഷേത്രത്തിലേക്കാണ്. അടുത്ത പ്രധാന ആകർഷണം ഗംഗാധരേശൻ രൂപത്തിലുള്ള ശിവന്റെ 58 അടി ഉയരമുള്ള കൂറ്റൻ ശിവരൂപമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശിവപ്രതിമകളിൽ ഒന്നായ ഇത് ശില്പി ദേവദത്തനാണ് നിർമ്മിച്ചത്. ഈ ക്ഷേത്രം വിഴിഞ്ഞത്തിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ കേവ് ടെമ്പിൾ കണ്ടിരിക്കണം. ശിവഭഗവാന്റെ കഥകൾ പറയുന്ന ഓരോ കൊത്തുപണികളും വിഗ്രഹങ്ങളുമാണ് ഈ കേവ് ടെമ്പിളിനുള്ളിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ അമ്പലങ്ങളിലൊക്കെ പോയി ഒന്ന് വിസിറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ യാത്രയുമായി ഉടനെ തന്നെ വരാം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയുക.